പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ഈ ശക്തിയുണ്ട്. ഈ ശക്തിയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. അപ്പൊ പക്ഷെ ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെ? നമ്മുടെ ശക്തി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ ശക്തിയെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ ആധാരം ശക്തി ആയതുകൊണ്ട് ഋഷീശ്വരന്മാർക്ക് മനസ്സിലായി നമ്മൾ ശക്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ? കാരണം ഇതിന്റെ ആധാരം അതാണെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മളൊന്ന് തലകുനിക്കണ്ടേ, അതിനെ ബഹുമാനിക്കണം. പക്ഷെ ശക്തിക്ക് രൂപമില്ല. ശക്തിക്ക് രൂപമില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യന്റെ മനസ്സങ്ങനെയാണ്. രൂപമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശക്തിക്കൊരു രൂപം കൊടുത്തു. ആ ശക്തിക്ക് രൂപം കൊടുത്താണ് സതീദേവി. നമ്മൾ ശക്തിദേവി എന്നൊക്കെ പറയുന്നത്. സ്ത്രീ രൂപം കൊടുത്തത് വെറുതെ അല്ല. സ്ത്രീ രൂപം കൊടുത്തത് എന്താന്ന് വെച്ചാൽ ഏത് പ്രകൃതിയിലെ വസ്തുവും സൃഷ്ടിക്കപ്പെടുന്നത് ഈ ശക്തി ഉള്ളതുകൊണ്ടാണ്. സൃഷ്ടി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഒരു സ്ത്രീയിൽ നിന്നാണ്. സ്ത്രീലിംഗത്തിൽ നിന്നാണ് ശക്തി ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും ദൈവത്തിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് മനുഷ്യരൂപത്തിലാണ് കൂടുതലും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനുഷ്യരിൽ ഒരു ജനനം അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുന്നത് ഒരു സ്ത്രീയിലൂടെയാണ്.